ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ കാലിൽ സോക്സ് ഇടുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ കാലിൽ സോക്സ് ഇടുന്നത് കൊണ്ട് നമ്മുടെ ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഇത് ഇടുന്നത് മൂലം നമുക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാലിൽ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഓവുലേഷനും ഇംപ്ലാന്റേഷനും നടക്കുമോ? പലർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും, ഇതെങ്ങനെ ഇങ്ങനെ നടക്കും, നമ്മൾ കാലിൽ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിലല്ലേ കവറാവുന്നത്, ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഓവുലേഷനും നമ്മുടെ യൂട്രസിലുള്ള നമ്മുടെ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ എങ്ങനെ നടക്കും, നമ്മുടെ ഓവറീസിൽ എങ്ങനെ ഓവുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് ഓവുലേഷൻ നടക്കും എന്നെല്ലാം പലരും ചിന്തിക്കാറുണ്ട്. ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു ആളായിരുന്നു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസ്. കേൾക്കുമ്പോൾ വലിയ പേരായിട്ടൊക്കെ തോന്നുമെങ്കിലും ഉപ്പൂറ്റി വേന, അതാണ് സംഗതി. ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഉണ്ടായിരുന്നൊരു സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, കാലിൽ സോക്സ് ഇട്ട് ഉറങ്ങുക എന്നുള്ളതും വീട്ടിൽ ചെരുപ്പ് ഉപയോഗിച്ച് വീടിൻ്റെ അകത്ത് നടക്കുക എന്നുള്ളതും. ഡോക്ടർ സ്പെഷ്യലായിട്ടുള്ളൊരു ചെരുപ്പ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഓർത്തോ കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്ന കാലിൻ്റെ ആ ഒരു ഹീലിൻ്റെ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പായിരുന്നു ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്തിനാണ് ഡോക്ടറെ ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് കാലിൽ സോക്സ് ഇട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നതെന്ന് ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഏകദേശം നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ കാലിൻ്റെ അടിയിൽ വന്ന് കണക്റ്റഡ് ആണ്. കാലിൻ്റെ അടിയിൽ ഇത് വന്ന് കണക്റ്റഡ് ആകുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തോടുള്ള രക്തയോട്ടം കൃത്യമായിട്ട് പോകണമെങ്കിൽ നമ്മുടെ കാല് ഒരു വാമായിട്ടുള്ളൊരു എഫക്റ്റിൽ അവിടെ നിൽക്കണം. ഈ ഒരു വാമായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ കാല് മൂടാതെ നമ്മൾ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം എത്തിക്കഴിയുമ്പോൾ ഒരു പാതിരാത്രിയൊക്കെ കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് റൂമിൽ മൊത്തത്തിലൊരു തണുപ്പ് വരും. കാരണം നമ്മുടെ അന്തരീക്ഷം ഒന്ന് നല്ലതുപോലെ തണുക്കും. ആ ഒരു തണുപ്പ് നമ്മുടെ റൂമിലും ഉണ്ടാക്കും. ഇപ്പോൾ AC ഒക്കെ ഇട്ടിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു തണുപ്പ് AC ഇടുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു തണുപ്പ് നമ്മുടെ കാലിലോട്ട് ഇങ്ങനെ തട്ടി വരുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു രക്തയോട്ടം അങ്ങോട്ട് കുറയും. ഈ രക്തയോട്ടം അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് കാലത്ത് എണീറ്റിട്ട് കാല് നിലത്ത് കൂത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും മോശം സിറ്റുവേഷനിലൂടെയായിരുന്നു ഞാൻ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൊട്ടടുത്ത് ഒരു 3-4 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എത്തുന്ന ആ ബാത്റൂമിൽ വരെ ഒരു കാല് പൊക്കി അകത്തേക്ക് ഡോറിൻ്റെ അപ്പുറത്തോട്ട് വെച്ചിട്ട് ഞാൻ കയറിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സോക്സ് ഉപയോഗിച്ചപ്പോഴേക്കും വല്ലാത്തൊരു എഫക്റ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോക്സും അതുപോലെ എക്സസൈസും ഒക്കെ ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരുപാട് എഫക്റ്റ് ആ ഒരു സമയത്ത് കിട്ടി. അപ്പോൾ നമ്മൾ കാലിൽ സോക്സ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ രക്തയോട്ടം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രക്തയോട്ടം നമ്മുടെ കാലിൽ നിന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും കണക്റ്റഡ് ആണെന്നാണ് പറയുന്നതെന്നല്ല, കണക്റ്റഡ് ആണ്. നമ്മുടെ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ കാലിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് പോകുന്നത് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിക്ക് നമ്മൾ കാലിൽ സോക്സ് ഇട്ടിട്ട് കൃത്യമായിട്ട് നമ്മൾ കാലൊന്നും പോലെ കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഈ ഓരോ ദിവസങ്ങൾ നമുക്ക് ഇത്ര ദിവസം വരെ മാത്രമേ ഇതിങ്ങനെ ഫോളോ ചെയ്യാവുള്ളൂ എന്നൊരു കണ്ടീഷനും ഇതിലില്ല കേട്ടോ. പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേനെ നിങ്ങളൊരു day 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ദിവസം മുതൽ നിങ്ങൾ സോക്സ് ഇട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോട്ടുള്ള എല്ലാ സമയത്തെയും രക്തയോട്ടം ഏകീകരിച്ച് കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടുമുള്ള രക്തയോട്ടം കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മുടെ കാലിലെ ഒരു ഭാഗത്തോട്ടുള്ള പ്രവർത്തനം ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അതുമൂലം തന്നെ നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് 2 കാലിലും സാധാ ഒരു നോർമൽ ആയിട്ടുള്ളൊരു സോക്സ് ഇട്ടിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കൃത്യമായിട്ടും കിട്ടും. കാരണം നമുക്ക് നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാകും. നമ്മുടെ കാലിൽ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. നമ്മുടെ കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും അവിടെ ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതായത് കുറച്ചൊരു തണുപ്പുള്ള ഒരു ടൈലിലൊക്കെ കാലിങ്ങനെ വെറുതെ നമ്മൾ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീടിനകത്ത് കാലിൽ സോക്സ് ഇട്ട് നടക്കാം. ആ ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാകും. കാരണം വീടിനകത്ത് കാലിലിങ്ങനെ സോക്സ് ഇട്ട് നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു ചെരുപ്പ് ഇട്ടിട്ട് നടക്കുക. കാല് നമ്മുടെ തണുപ്പ് ഉണ്ടാകുന്നത് തണുപ്പ് കിട്ടുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ ചെരുപ്പിട്ട് നടക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടുമുള്ള രക്തയോട്ടം ഇൻക്രീസ് ആകുന്നതിനും ഈ രക്തയോട്ടം ഇൻക്രീസ് ആകുന്നത് മൂലം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി ഓവുലേഷൻ നടന്നതിന് ശേഷം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ കാല് നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിലോട്ടുള്ള നമ്മുടെ യൂട്രസിലോട്ടുള്ള നമ്മുടെ എൻഡോമെട്രിയത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ എംബ്രിയോയെ ഒന്ന് നറീഷ് ചെയ്യുന്നതിനും ഒക്കെ നമ്മുടെ യൂട്രസിന് കപ്പാസിറ്റി കൂടുതലായിട്ട് വരുത്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യമാണല്ലോ. ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സോക്സ് വാങ്ങിച്ചിട്ട് കാലിലിടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സോക്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ.
അല്ലെങ്കിൽ നിങ്ങൾ തണുപ്പുള്ള സമയത്ത് ടൈലിൽ ചവിട്ടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു ചെരുപ്പ് ഉപയോഗിക്കുക. ഇതെല്ലാം നിങ്ങളിൽ ഒരുപാട് ബെനിഫിറ്റുകൾ തരും കേട്ടോ. നമ്മൾ കാല് റിഫ്ലക്സോളജിയെ പറ്റിയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഭാഗത്തും നമ്മുടെ പാദത്തിൻ്റെ ഓരോ ഭാഗത്തും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ പ്രഗ്നൻ്റ് ആകാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൽ തല മുതൽ പാദം വരെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. ആ ഭാഗങ്ങൾ കറക്റ്റായിട്ട് കണക്റ്റഡ് ആകുമ്പോഴേക്കും നിങ്ങൾ ആ ഭാഗത്തെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ദിവസം 2 പേരെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട്. സോ ട്രസ്റ്റ് മീ, നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പ്രത്യേകിച്ച് പണച്ചിലവില്ല, കൂടുതൽ എഫേർട്ടൊന്നും നമ്മൾ കൊടുക്കണ്ട. കാലിൽ ഉറങ്ങാൻ നേരത്ത് സോക്സ് ഇട്ടിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതും ഓവുലേഷൻ നടക്കുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.